സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യും. ഇരുവരും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കാരവന് ഉള്ളിൽ CCTV ഇല്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമം. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും മറ്റന്നാൾ കോടതി പരിഗണിക്കും. ഈ വാർത്തയാണ് സ്പോൾ ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാരവനാണ്. അതിൽ CCTV ഇല്ല എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ശക്തമായ തെളിവായി അത് മാറുമായിരുന്നു. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള തെളിവുകളും വിവരങ്ങളുമാണ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ പ്രധാനമായും തന്നെ അന്ന് സെറ്റിൽ ഉണ്ടായിരുന്ന താരങ്ങൾ, അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകർ എന്നിവരുടെ ഒരു പ്രാഥമിക വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇവരുടെ കൂടി മൊഴി ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കാരവനിലേക്ക് ഇവർ പറയുന്ന സമയം, നടി പറയുന്ന സമയവും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരവനകത്ത് സ്വാഭാവികമായും CCTV ഉണ്ടാകുന്നത് അങ്ങനെ പതിവില്ലാത്തൊരു കാര്യമാണ്. തീർത്തും സ്വകാര്യമായൊരു ഇടംബദ്ധ രീതിയിൽ തന്നെയാണല്ലോ കാരവനെ. കാരണം ഇത് മറ്റ് ആരെങ്കിലും നൽകുന്ന കാരവനായിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന കാരവൻ, അങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിലും തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ CCTV അതിന് പുറമേയുള്ള ദൃശ്യങ്ങൾ ചെയ്യുന്നതിന് CCTV അതിൽ ഉണ്ടാകും. അപ്പോൾ അതിനകത്തേക്ക് കയറിപ്പോയത് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരവനകത്തുള്ളത് ലഭ്യമല്ല, അതിൽ പുറമേയുള്ള ക്യാമറകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരമാവധി കണ്ടെടുക്കുക എന്നതാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇത് വളരെ പഴയതല്ലാത്ത പരാതിയാണ്. കാരണം നേരത്തെ രഞ്ജിത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പലപ്പോഴും ഉയർന്നു വന്നിരുന്ന